ഷീലു, ചോദ്യം ശരിയല്ലോട്ട് സ്വാഗതം. താങ്ക് യു. ഇൻസ്റ്റഗ്രാം ബയോയിൽ പറയുന്നത് ഞാൻ വിധിക്കുന്നില്ല, ഞാൻ വെറുതെ നിരീക്ഷിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്റെ അർത്ഥം അതിൽ തന്നെ ഇല്ലേ? ആദ്യം തന്നെ തിരിച്ചു ചോദ്യം ചോദിച്ചു. തിരിച്ച് ഞാൻ ചോദിക്കേ. കുഴപ്പമില്ല. ജഡ്ജ്മെന്റൽ അല്ല എന്നാണോ അർത്ഥം? ജഡ്ജ്മെന്റൽ ആവുന്നത് നമ്മളെപ്പോഴും വെറുതെ ജഡ്ജ്മെന്റൽ ആവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ചുമ്മാ ഒരാളെ കണ്ട, എനിക്കിപ്പോൾ സിജിനെ കണ്ടിട്ട് നമ്മൾ തമ്മിൽ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്, ക്യാൻ ബി ജഡ്ജ്മെന്റൽ. എനിക്ക് ജഡ്ജ്മെന്റൽ ആക്കാം വേണമെങ്കിൽ, പക്ഷെ ഞാൻ അത് ചെയ്യില്ല. ഞാൻ ഒബ്സർവ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായില്ലേ? നന്നായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യും ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ് ആൻഡ് യുവർ ബോഡി ലാംഗ്വേജ് ആൻഡ് യുവർ ഐ കോണ്ടാക്ട് എല്ലാം ഞാൻ ഒബ്സർവ്. ഐ എം എ വെരി ഗുഡ് ഒബ്സർവർ. ഇപ്പം അവിടെ ഇരിക്കുന്ന ചെടി, അതിലെ ഇലകൾ, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അപ്പം അതിൽ നിന്ന് ഐ വിൽ ജഡ്ജ്. യെസ്. ഇൻട്രോവേർട്ട് ആണ്. അത് ഇൻട്രോവേർട്ടുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇൻട്രോവേർട്ട് ആണ്, പക്ഷേ എക്സ്ട്രോവേർട്ട് ആവും അവൻ്റെ അടുത്ത്. അപ്പോൾ അത് ടു എക്സ്ട്രീം ആയിരിക്കും. അത് ഭയങ്കര എക്സ്ട്രീം ആവും. അപ്പോൾ അത് എനിക്ക് തന്നെ പണിയാവാറുണ്ട് എല്ലാത്തിലും. ഒരു മാറ്റം ഉദ്ദേശിച്ചിട്ടല്ല, എവരിവെയർ. ആളുകളായിട്ട് കൂടുതൽ അടുത്ത് പോകും. അത് പെട്ടെന്നല്ല, വെരി ഫ്യൂ, വളരെ കുറച്ച് ആൾക്കാരോട് അടുക്കും. അത് ഭയങ്കര എന്താ പറയുക, നമ്മൾ നല്ല അറ്റാച്ച്മെൻ്റ് ആവും. പക്ഷെ നമുക്ക് തന്നെ അത് പ്രശ്നമാവാറുണ്ട്. അത് ഹാൻഡിൽ ചെയ്യും, മാനേജ് ചെയ്യും. അത്യാവശ്യം സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം നോ എൻ്റെ പ്രശ്നം എനിക്ക് തന്നെ മനസ്സിലാവും. അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വേറൊരു വ്യക്തിക്ക് എന്നിൽ വന്നിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ. അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ നമ്മളുടെ ഇന്നർ ഫീലിങ്സ്, നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നമുക്കറിയാവുന്ന അത്രം മറ്റാർക്കും അറിയില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഹസ്ബൻഡിനോ മക്കൾക്കോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോ നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ അവരോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പം പിന്നെ എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു കാര്യം ഷെയർ ചെയ്താൽ പോലും നമ്മൾ അതിലൊരു പകുതി ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പറയുന്നത്, അല്ലേ? കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് എല്ലാവരും നുണയായിരിക്കും പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എപ്പോഴും നോണ പറയേണ്ടി വരുന്നത് അത് കേൾക്കുന്ന ആൾക്ക് അത് സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നോണ പറയേണ്ട ആവശ്യമില്ല. അല്ല, നമ്മളെ തന്നെയാണെങ്കിലും നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്കും കൂടെ ആ ബോധം വേണം. ആ ബോധം ഇല്ലാത്തവൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ ഉള്ളിലെ ഫീലിങ്സും ഇമോഷൻസും നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വേറെ എങ്ങോട്ടോ പോകുന്നുണ്ട്. ടോപ്പിക്ക് മാറ്റിക്കോ. എന്ത് ടോപ്പിക്കിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മതി. എന്ത് വേണേലും ചോദിക്കുക. എനിക്ക് സിനിമയാണോ? ഒബ്സർവർ എന്നുള്ള സാധനം എന്റെ ബയോയിൽ കിടക്കുന്നത്. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ ഒരു. പൊതുവെ ഇൻട്രോവേർട്സ് അങ്ങനെയാണ്, പക്ഷെ ജഡ്ജ് ചെയ്താൽ അതിഭീകരമായി ജഡ്ജ് ചെയ്യുകയും ചെയ്യും. അവരെ ഒരിക്കലും മാറ്റാനും കഴിയില്ല. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാൻ ജഡ്ജ് ചെയ്യുന്നത് 100% എനിക്ക് അത് ഫീൽ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ഞാൻ 1 ചാൻസ് കൊടുക്കും, 2 ചാൻസ് കൊടുക്കും, 3 ചാൻസ് കൊടുക്കും. എത്ര ചാൻസിൻ്റെ മാക്സിമം ഞാൻ കൊടുക്കും. കൊടുത്തതിന് ശേഷം വീണ്ടും 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 സെയിം റെപ്പിറ്റേഷൻ വന്നു കഴിയുമ്പോൾ എനിക്ക് ജഡ്ജ് ചെയ്യാമല്ലോ. അങ്ങനെ പറയില്ലേ, ഒരു മിസ്റ്റേക്ക് രണ്ടാമത് ചെയ്യുമ്പോഴാണ് അത് ഫൂളിഷ്നെസ്. അതെ. ഇപ്പൊ ചിലർ പറയും നമ്മൾ ഒരാൾക്ക് 1 ചാൻസ് കൊടുക്കാം, പക്ഷെ ഞാൻ 10 ചാൻസ് കൊടുക്കും. എന്തിനാ 10 ചാൻസ് ഒക്കെ കൊടുക്കുന്നത്? കാരണം എനിക്ക് അവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരുടെ മിസ്റ്റേക്ക് എൻ്റെ മിസ്റ്റേക്കായിട്ട് ഞാൻ എന്നിലേക്ക് എടുക്കാൻ നോക്കും. എനിക്കത് അങ്ങനെ തോന്നിയതായിരിക്കും, ഞാൻ ഒന്നുകൂടെ ഒബ്സർവ് ചെയ്യാം. ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരു റീസൺ ഉണ്ടാവാം. ആ ഒരു റീസൺ കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത്. സോ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, 1 ചാൻസ് കൂടെ കൊടുക്കാം. അപ്പോൾ എന്താ പറ്റണതെന്ന് ചോദിച്ചാൽ അവരത് ഒരു
പ്രിവിലേജ് ആയിട്ട്. അവര് നിങ്ങൾ മണ്ടന്മാരാന്ന് അതെ അതെ. പക്ഷെ ആക്ച്വലി അവരാണ് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം. യഥാർത്ഥത്തിൽ നമ്മളത് കണ്ടില്ല എന്നടിക്കണു, നമുക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ നടിക്കും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു ചാൻസുകളുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ജഡ്ജ്മെന്റ് ഫൈനലായിരിക്കും. പിന്നെ നമ്മൾ ആ ഏരിയയിലോട്ട്, അതെ അതെ, പിന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ പോവില്ല. കണ്ടമാനം സുഹൃത്തുക്കൾ ഷീലുവിനെ അങ്ങനെ നഷ്ടപ്പെടുത്തി കാണും. ഇല്ല, എനിക്ക് അങ്ങനെ അധികം സുഹൃത്തുക്കളൊന്നുമില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. അങ്ങനെ ഇൻട്രോവേർട്ടുകൾക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവാറില്ല. ഞാൻ എപ്പോഴും എൻ്റെ മൈ ഓൺ കമ്പനി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സുഹൃത്തുക്കളുടെ കൂടെ പോയാൽ പോലും 2-3 hours മാത്രമാണ് എനിക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും താല്പര്യമുള്ളൂ. അത് കഴിയുമ്പോൾ എനിക്ക് ബോറടിച്ചു തുടങ്ങും. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ സ്പേസിലേക്ക് മടങ്ങണം. നമ്മൾ ഒരാളുടെ കൂടെ ആയിരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി അവരുടെ കൂടെ ആയിരിക്കുക. ഞാനും അങ്ങനെ ആയിരിക്കണം, അവരും അങ്ങനെ ആയിരിക്കണം. അവരെപ്പോൾ ഓൾട്ടർ ചെയ്ത് തുടങ്ങുന്നോ, മാറി തുടങ്ങുന്നോ, അവർക്ക് ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങുന്നോ, അതിന് മുന്നേ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങും. ബിക്കോസ് ഐ ഒബ്സർവ്. ഇപ്പൊ അത് മനസ്സിലായോ? ഒരു ഭയങ്കര ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് കൊണ്ട് നടക്കുന്ന ഒരാളാണ് അല്ലേ? അല്ല അല്ല, എക്സ്ട്രീം അറ്റാച്ച്മെന്റ് ഉണ്ട് വളരെ കുറച്ച് പേരോട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര കൊല്ലം എടുക്കും ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവാൻ. അങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി അറ്റാച്ച് ആവുന്നതല്ല. ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് ഒരു വൈബ് വരും. ഈ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടും. പിന്നെ ചിലരെ നമ്മൾ പെട്ടെന്ന് അവർക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സംസാരിച്ച് നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ അവരെ മറന്നുപോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറന്നുപോകും നമ്മൾ അവരെ. നമ്മുടെ മനസ്സിന്റെ ഒരു കോണിൽ പോലും അവർ വരില്ല. പിന്നെ നമ്മൾ അവരെ എപ്പോഴെങ്കിലും പിന്നെ കാണുമ്പോഴായിരിക്കും നമ്മൾ അവരെ പറ്റി ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈനിൽ എവിടെയെങ്കിലും കാണുമ്പോഴായിരിക്കും നമ്മൾ അവരെ പറ്റി ചിന്തിക്കുന്നത്. ചില വ്യക്തികൾ പക്ഷേ അവർ നമ്മുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞ് നമ്മൾ അന്ന് രാത്രിയിൽ ഉറങ്ങാനായിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ റിവൈൻഡ്, ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഡയറി എഴുതാറൊന്നുമില്ല, പക്ഷെ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ റിവൈൻഡ് ചെയ്യാറുണ്ട്. രാവിലെ തൊട്ട് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ആരെയൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഈ വ്യക്തി വരും. ആ മൈൻഡിൽ എനിക്ക് ആ വ്യക്തി കടന്നു വന്നാൽ, ഒരു ദിവസം വന്നാൽ ഞാൻ ആ ഒരു ചാൻസ് വിടും, 2 ദിവസം വന്നാൽ വിടും, 3-ാം ദിവസം വന്നാൽ എനിക്ക് തോന്നും എന്തോ ഒരു വൈബ് എവിടെയോ കണക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നാൽ ഞാൻ വിളിക്കും. ഞാൻ ഇങ്ങനെ ഓർത്തു കേട്ടോ, നിങ്ങളെ അന്ന് കണ്ടു. അങ്ങനെ വീണ്ടും വിളിക്കും, ഒന്നുകൂടെ സംസാരിക്കും. അപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവിടെ എന്തോ ഒരു വൈബ് കണക്റ്റായി തോന്നിയാലാണ് ഞാൻ അവരെ പിന്നെ ഒന്നുകൂടെ വിളിക്കുക. അങ്ങനെ വിളിച്ചാണല്ലോ നമ്മളൊരു ഫ്രണ്ട് ആവുന്നതും ഒന്ന് കാണണമെന്ന് തോന്നുന്നതും ഒക്കെ. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയുള്ളവരാണ്. ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എല്ലാം പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു ശ്രമിച്ചിട്ടുണ്ട്, നടക്കില്ല. അതെന്താന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ചില ഫ്രണ്ട്സിനോട് പറയും, അത് അവരുടെ പേഴ്സണാലിറ്റീസിന്റെ വ്യത്യാസം. അവർ വളർന്നു വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെയോ എന്ന് വെച്ചാൽ നമ്മളെ വണ്ടറടിപ്പിക്കും. അയ്യോ അങ്ങനെയൊക്കെയോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഇങ്ങനെയാ, അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറയുന്നവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സാധനം ബയോയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഐ ഡു നോട്ട് ജഡ്ജ്, ഐ സിംപ്ലി ഒബ്സർവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്കറിയാം ആരോട് എവിടെ എന്ത് പറയണം. എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, ഞാൻ ദേഷ്യം വരുമ്പോൾ ഞാൻ ചീത്ത വിളിക്കും, തെറി പറയും, ചീത്ത വിളിക്കും, എനിക്കറിയാവുന്ന ഏറ്റവും ബാഡ് വേർഡ്സ് വിളിക്കും. പക്ഷേ അത് ആ വ്യക്തിക്ക് കുഴപ്പമില്ല, പറയുന്ന എനിക്കും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ മറ്റേ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ എപ്പം എൻ്റെ തടി വീണെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, പുരുഷനാണോ സ്ത്രീയാണോ എന്തും ആയിക്കോട്ടെ, അപ്പൊ പുരുഷനാക്കുവാണ്. എല്ലാ പുരുഷന്മാരും അങ്ങനെയാണോ? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അങ്ങനെ എൻ്റെ ചുറ്റുമുള്ള എല്ലാം അങ്ങനെ. എനിക്ക് മനസ്സിലായത് ഈ ഫ്രണ്ട്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാ, അവര് ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
അവര് കേൾക്കും അവനെങ്ങനെയാണ് എന്തെങ്കിലും അത് പക്ഷെ ആണുങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞു. ആണുങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് കറക്റ്റാണ്. ആണുങ്ങളാണ് അത് കേട്ടിട്ട് അവരതിനെ ഭയങ്കര സില്ലിയായിട്ട് വിടുന്നത്. സ്ത്രീകൾ അങ്ങനല്ല. സ്ത്രീകളോട് നമ്മൾ ഒരു കാര്യം നമുക്കൊന്ന് മോശമായിട്ടൊന്ന് സംസാരിച്ച് നോക്കി അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് എത്ര ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഭയങ്കര ടുഗദർനെസ് ആണ്. അവർ ഒന്നിച്ച് വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന. പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ ഒന്ന് മോശമായിട്ട് പറഞ്ഞു നോക്കിക്ക് ഭയങ്കര ഇഷ്യൂ ആകും അത്. പിന്നെ കുറേ ദിവസത്തേക്ക് മിണ്ടത്തില്ല. പിന്നെ മേ ബി ആ ബന്ധം തന്നെ അവിടെ കട്ടാവും. അപ്പോൾ ശരിക്കും പുരുഷന്മാരാണ് നല്ല ഫ്രണ്ട്സ്. പുരുഷന്മാർ നല്ലതാ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാ നല്ലതാ. സ്ത്രീകൾ മോശം എന്നല്ല, വളരെ നല്ല ബോണ്ടിങ്ങിൽ നന്നായിട്ട് പോകുന്ന സ്ത്രീ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കാര്യങ്ങൾ നമ്മുടെ ഒരു വിഷമഘട്ടത്തെ കുറച്ചും കൂടി മനസ്സിലാക്കാനും നമ്മളെ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനും ഓവർകം ചെയ്യാനും ഒക്കെ. എല്ലാ പുരുഷന്മാരും അല്ല കേട്ടോ, സെൽഫിഷ് അല്ലാത്ത വളരെ സപ്പോർട്ടീവായിട്ടുള്ള പുരുഷന്മാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ ഭയങ്കര നല്ലതാണ്, കുറച്ചും കൂടി പാവങ്ങളാണ്. എനിക്ക് പുരുഷന്മാരെ പറ്റി വളരെ നല്ല ഒപ്പീനിയനാണ്. പക്ഷേ ഈ മറ്റവന്മാരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഈ മറ്റവന്മാർ എന്ന് പറഞ്ഞാൽ ഈ സെൽഫിഷ് ആയവർ, അത് എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അത് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി പോകുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവുമല്ലോ. അവർക്ക് അവരുടെ കാര്യത്തിന് പ്രയോറിറ്റീസ് കൊടുത്തിട്ട് പ്രയോറിറ്റീസാണ് അവിടെ അവർ. അപ്പം അത് നമ്മളോടുള്ള അവരുടെ സമീപനത്തിൽ മനസ്സിലാവില്ലേ? മനസ്സിലാവുന്നില്ലല്ലോ, അവരനുഭവിച്ചോളും. അത് അധികം താമസിയാതെ മനസ്സിലായിട്ട് അവർ തന്നെ അത് അനുഭവത്തിൽ നിന്ന് പഠിക്കും എന്നുള്ളതാണ്. അല്ല നമ്മൾ പറഞ്ഞു കൊടുത്താൽ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഏജാണ്. ആ ഒരു ഏജിലാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ മച്യൂർഡായി. എൻ്റെ മച്യൂരിറ്റി വന്ന അറ്റ് ദ ഏജ് ഓഫ് 35 കഴിഞ്ഞപ്പോഴാണ്, 38 ഒക്കെ ആയപ്പോഴാണ് ഞാൻ മച്യൂർഡായത്. അതുവരെ ഞാനും ഇതുപോലെ എനിക്കും ഒരു ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മച്യൂർഡായതും ഞാൻ ഈ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയതും, ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നത് റൈറ്റ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ടുള്ളൊരു ഒബ്സർവേഷൻ ആയിരുന്നില്ല, എനിക്ക് തെറ്റുപറ്റുമായിരുന്നു. ആ തെറ്റിൽ നിന്ന് പഠിച്ചാണ് ഞാൻ ഇപ്പം ഐ എം എ വെരി ഗുഡ് ഒബ്സർവർ. അല്ല, ബോത്ത്. എനിക്കങ്ങനെ മെന്നിനെ പറ്റി ഭയങ്കര, ആണുങ്ങളെ പറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് മോശം ഒരു ഒപ്പീനിയനോ, ഞാൻ ജെൻഡർ വൈസ് അല്ല ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു ലിംഗഭേദം ഉണ്ട് ലോകത്തിലുണ്ടെങ്കിൽ ഞാൻ അതിനെ കാണുന്നത് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ്. അല്ലാതെ ഇന്ന സ്ത്രീ, ഇതൊരു സ്ത്രീയാണ്, ഒരു പുരുഷനാണ്, അങ്ങനെയല്ല. ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം വേണം, ഈക്വാലിറ്റി വേണം. പക്ഷെ എവിടെ വേണം എന്നുള്ളതിലും ഇറ്റ് മാറ്റേഴ്സ്. എവിടെ വേണമെന്ന് ചോദിച്ചാൽ ഇപ്പം ഭാര്യ ഭർത്താവ് ഈക്വാലിറ്റി വേണമെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നു. അങ്ങനെ ഈക്വാലിറ്റി അവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ ഇടുന്നു, എനിക്ക് നിങ്ങൾ നാളെ ചായ ഇട്ട് തരണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നാൽ അധികം പോവില്ല ബന്ധം. ഞാൻ ഇന്ന് ചായ ഇട്ട് തന്നു, നിങ്ങൾ നാളെ എനിക്ക് ചായ ഇട്ട് തരണം. അയാൾ വേണേ കുറച്ച് നാൾ ഇട്ട് തരുമായിരിക്കും, നീ പോയി പണി നോക്കെന്ന് പറയും. അയാൾ ചായ ഇട്ട് മടുക്കും. സ്ത്രീകൾക്ക് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീകൾ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് കണ്ടീഷൻഡ് ആണത്. എന്തുകൊണ്ടാണ്? മൾട്ടി ടാസ്കിങ് എബിലിറ്റീസ് ഉള്ളത് സ്ത്രീകൾക്കാണ്. അവർ ചായ ഇട്ടുകൊണ്ട് വേറെ പല പണികൾ ചെയ്യും. പുരുഷൻ എന്ത് ചെയ്യും? ചായ ഇടാൻ വന്നാൽ പാല് കോഴി അവിടെ എല്ലാം ഒഴിച്ച് കുളവാക്കി ഇരട്ടി പണിയാക്കി. കാരണം പുരുഷന് ആ ഒരു എബിലിറ്റീസ് കുറവാണ്. എത്ര ഉള്ളവരുണ്ടാവാം, പക്ഷെ അവരത് ഒത്തിരി വർഷങ്ങൾ അവർ ശ്രമിച്ച് അത് ആർജിച്ച് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. അവർക്ക് അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, കാരണം അവർ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ടേബിളിൽ വന്നിരിക്കുന്നു, ഭക്ഷണം എടുത്ത് കൊടുക്കുന്നു, കഴിക്കുന്നു, അതാ പാത്രം അവിടെ വെച്ചിട്ട് പോകുന്നു. പണ്ട് കാലം തൊട്ട് വളർത്തിയ ഒരു ഇതിൽ നിന്ന് വന്ന കുറച്ച് മാറണം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി മാറി പുരുഷൻ അടുക്കള കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? കാരണം കൂടുതലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പുരുഷന്മാരാ. ഇപ്പൊ സ്ത്രീകൾ വന്നിട്ട് എല്ലാം പുരുഷൻ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യണം. ഇപ്പൊ ഈ ടേബിൾ പിടിച്ച് അങ്ങോട്ട് നീക്കിയിടെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, പുരുഷൻ തന്നെ വരണം. അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നെ പോലെ 10 സ്ത്രീകളുണ്ടെങ്കിൽ പിടിച്ചു തള്ളി ചിരിച്ച് വെള്ളം വെച്ച് പതിയെ ചെയ്യാൻ പറ്റും. ഒരു 10 പേരുണ്ടാവണം. പക്ഷേ 2 പുരുഷന്മാരുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ പറ്റും.
അവിടെ അത് നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കണം, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ആ ഏരിയാസ് ബ്യൂട്ടിഫുള്ളി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഈക്വാലിറ്റിയുടെ കാര്യവും പറഞ്ഞ് പെണ്ണാണാവാൻ നോക്കണ്ട, അതിന്റെ ആവശ്യമില്ല. സ്ത്രീ ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ആ ബ്യൂട്ടി. സ്ത്രീ എന്ന് പറയുന്നതിൽ ഒരു ബ്യൂട്ടി ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ സാരി കൊടുത്ത് പൂവൊക്കെ വെച്ച് വന്നിരിക്കണം. ഈ സെയിം സിജിൻ ചെയ്ത് എങ്ങനെ ഇരിക്കും? കണ്ടൊരു വൃത്തികേടായിരിക്കില്ലേ? നല്ല വൃത്തികേടായിരിക്കും, നല്ല വൃത്തികേടായിരിക്കും. അപ്പം അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു ബ്യൂട്ടി ഉണ്ടെങ്കിൽ സ്ത്രീ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കുള്ള ബ്യൂട്ടി പുരുഷൻ ചെയ്ത ഷീലു പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീയും പുരുഷനും അവർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ആത്യന്തികമായത് ഉള്ളിലുള്ള ഇൻട്രൻസിക് ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. ഇപ്പം നമ്മൾ വന്നിട്ട് വനിതകൾ, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം. പക്ഷെ ആ പ്രാതിനിധ്യത്തിലും സ്ത്രീകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പുരുഷൻ വേണം അവിടെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു. എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല എൻ്റെ ഹസ്ബൻഡ് ഇല്ലാതെ ഒരു സിനിമയിൽ എനിക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനോ ഒരു സിനിമയിൽ പോയിട്ട് ആക്ട് ചെയ്യാനോ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടില്ലാതെ എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ വേണമെങ്കിൽ പറയുമായിരിക്കും, ബിക്കോസ് നിങ്ങൾ അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ്, ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അല്ല, ഞാൻ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം ഭർത്താവിൻ്റെ ആവശ്യം എന്താ? ആവശ്യമുണ്ട്, അതിനാണ് ഇമോഷണൽ നീഡ്. ഇതെന്താണ് ഞാൻ ചോദിച്ചോട്ടെ, ഒരാൾക്കൊരു ഫിസിക്കൽ നീഡ് മാത്രമാണോ ഒരു വ്യക്തി എന്ന് പറയുന്നത്? അതിനകത്ത് ഫിനാൻഷ്യൽ നീഡ് മാത്രമാണോ? അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അത് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഭയങ്കര വേഴ്സറ്റൈലായിട്ട് കാണും. കാരണം അത് ഭയങ്കര ഒരു കഴിവായിരിക്കും. അത് അവർക്ക് ആ ഇമോഷണൽ നീഡ് എനിക്ക് ആരിൽ നിന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഐ വിൽ സ്റ്റാൻഡ്. ഒറ്റയ്ക്കല്ല, പൊതുവെ ഈ സ്ത്രീപക്ഷവാദികൾ പറയുന്നത് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. കുറേയൊക്കെ പുരുഷന്മാർ ലൈംഗികമായും പല രീതിയിലും പല സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് സത്യമാണല്ലോ. അതിപ്പം കൊല്ലങ്ങളായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അപ്പം അത് കുറച്ചൊക്കെ കുറയ്ക്കണ്ടേ? സ്ത്രീകൾ അടുക്കളയിൽ തളച്ചിടുന്നത് മാറ്റണ്ടേ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടണ്ടേ? സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷിതം ഉണ്ടാവണ്ടേ എന്നുള്ളത് പറയുന്നതിലൊരു ന്യായമില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പുരുഷന്മാർ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന അടുക്കളയിൽ കിടക്കുന്നതുകൊണ്ടും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും വീട്ടിൽ തളച്ചിട്ടിരിക്കുന്നതുകൊണ്ടുമാണോ? അതുകൊണ്ട് മാത്രമല്ല അത് ചൂഷണത്തിന് ആളുകൾ നിന്ന് കൊടുക്കുന്നതും കൊണ്ടൊക്കെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റേപ്പിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തുക, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് അവരുടെ സൈക്കോ പ്രശ്നമാണ്. ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ കുട്ടികളെ റേപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രശ്നമായിട്ടാണ് ഞാൻ അതിനേക്കാൾ സൈക്കിയാണ് ആ ആൾക്കാർ. അവരെ മാറ്റി നിർത്തും. ദർ ക്രിമിനൽസാണ്, അവരുടെ മെൻ്റൽ, അവരെ ഞാൻ സൈക്യാട്രി പേഷ്യൻസ് എന്നേ വിളിക്കുകയുള്ളൂ. ബാക്കിയുള്ള കേസുകളുണ്ടല്ലോ, സാധാരണ പുരുഷന്മാർ വളരെ നോർമലായിട്ടുള്ളവർ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞ സാധനങ്ങൾ, അങ്ങനെയൊന്നും ആരും വന്ന് ചൂഷണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സൈഡിൽ നിന്നും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ബെനിഫിഷ്യലായിട്ട് എന്തെങ്കിലും അറിയാതെ ചെയ്യുന്നതാവും. അതായത് ആര് പൊതുവെ ഈ ഒരു പ്രേമം, ഒരു ശക്തനായ പുരുഷനോട് പ്രേമം തോന്നുക എന്നുള്ളതൊരു, അങ്ങനെ ചെയ്തോട്ടെ, നല്ലതല്ലേ, അവർ എൻജോയ് ചെയ്യുന്നോട്ടല്ലേ അവരത് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയരുത്. ഈ പ്രേമം തോന്നി ചെയ്യുന്നത് ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടുപേർക്കും പ്രേമം തോന്നിയിട്ടായിരിക്കും അവർ ആ ഒരു ഇതിലിടപെടുന്നത്. അതായത് ഈ നമ്മളെ ഈ രാഹുൽ ഈശ്വരൻ്റെ ഒക്കെ മാതിരി പുരുഷ എന്താണ് മെൻസ് അസോസിയേഷനൊക്കെ തുടങ്ങിയല്ലോ, അവരൊക്കെ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ടെന്നാണ് ഇപ്പോൾ ഷീല പറയുന്നത് അല്ലേ? അല്ല, അങ്ങനെയല്ല. സ്ത്രീകള് അങ്ങോട്ട് ചെന്ന് ഒരു ചെറിയ സപ്പോർട്ട്, ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന കേസുകളെ മാറ്റി നിർത്തും. പക്ഷെ അങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ റേപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ആ കേസുകൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബാക്കിയുള്ള
കാര്യങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊരു സ്ത്രീയുടെ ഒരു സിഗ്നൽ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സൈലന്റ് സപ്പോർട്ട് ഇല്ലാതെ ഒരു പുരുഷനും പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അവർ റേപ്പ് ചെയ്തു എന്ന് പറയാം. അതല്ലാതുള്ള കാര്യമാണ് ഞാൻ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ അവിടെ എങ്ങനെയാണ് അവിടെ ഒരു ചൂഷണമാവുന്നത്? അത് ചൂഷണമല്ല. അത് എന്നാൽ പുരുഷനെ ദൈവം സൃഷ്ടിച്ചിരിക്കണേ ആ ഒരു ഫീലിലാണ്. ഒരു സ്ത്രീയെ കാണുമ്പോൾ അട്രാക്റ്റഡ് ആവും, സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അല്ലെ ആ പുരുഷന്റെ കണ്ണില്. എല്ലാ സ്ത്രീകളും സുന്ദരികളാണ്. ഇല്ല, ഒട്ടുമില്ല. അട്രാക്ഷൻ ഉണ്ടാവുന്ന പുരുഷനെ കാണുമ്പോഴല്ല ഉണ്ടാവുന്നത്. അവരുടെ എനിക്ക് ഉണ്ടാവുന്നത് അവരുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ബിഹേവിയർ, അവരുടെ ഹൈജീൻ, അതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു പുരുഷനോട് താല്പര്യം തോന്നുന്നത്. അതിനെ ഒരിക്കലും ഒരു സെക്ഷൽ അട്രാക്ഷൻ ആയിട്ട് കാണണ്ട. അത് വരണമെങ്കിൽ ഇമോഷണലി ഈ പറഞ്ഞ ഞാൻ ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഇമോഷണൽ കണക്ട് ഈസ് ഡിഫറെൻറ്റ്. അല്ലാതെ പുറമേ കൂടെ എക്സ്റ്റേണൽ ഇതിൽ തോന്നുന്നത് ഇമോഷണൽ കണക്ഷൻ ഒന്നും അല്ല. പക്ഷെ എന്നാലും ഒരാളെ കാണുമ്പോൾ ഒരിക്കലും ഇല്ല. ഇല്ല. എനിക്കൊന്ന് പുരുഷന്മാരെ പോലെ അല്ല സ്ത്രീകൾ. പുരുഷന്മാർക്കാണ് പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് അന്ന് അവരുടെ ബ്രെയിനിൽ നിന്ന് ആ ഒരു ഇമ്പൾസ് ആണ് പോകുന്നത്, അവരുടെ കണ്ണിലേക്ക് പോയിട്ട് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടത്തിലെ അവർ അട്രാക്റ്റഡ് ആവും. അവർക്ക് പെട്ടെന്ന് ആ ഒരു സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ അവർക്ക് വരുമായിരിക്കും. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ വരുന്നവർ വളരെ കുറച്ച് പേരുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഒരുപോലല്ല. പക്ഷെ മജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇമോഷണലിയും കൂടെ ഒരു കണക്ഷൻ വന്നാലാണ്. ബാക്കിയല്ലേ ചൂഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രണയം എന്ന് പറഞ്ഞതും അവർ ഇമോഷണലി കണക്റ്റഡ് ആണ്. പക്ഷെ പുരുഷൻ ഇമോഷണലി കണക്റ്റഡ് ആവണമെന്നില്ല. പുരുഷനതൊരു ഒബിയസ്ലി ഇമോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഇമോഷനും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സെക്ഷുവാലിറ്റി ആസ് എൻ ഇമോഷൻ കൺസിഡർ ചെയ്താണ്. അല്ലാതെ ഡീപ്പ് കണക്ഷനൊന്നും ഇല്ലാതെയും പുരുഷന്മാർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ സാധിക്കും. ഞാനിപ്പോൾ ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള മട്ടിലാണോ സംസാരിക്കുന്നത്? ഞാൻ ചൂഷണത്തെ പറ്റി പറഞ്ഞു. അപ്പം അതായത് ഈ ലൈംഗിക ചൂഷണമാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടിക്ക് പ്രേമം തോന്നും എന്നുള്ളത് ശരി തന്നെ. പുരുഷന് അങ്ങനെ പുരുഷൻ പ്രേമിക്കുന്നത് വേറെ രീതിയിലാണല്ലോ. എല്ലാം അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എത്രയോ പുരുഷന്മാരുണ്ട് വളരെ ഡീപ്പായിട്ട് ഇമോഷണലി കണക്റ്റ് ആയിട്ട് അവർ പ്രണയിച്ചിട്ട് അവർ വർഷങ്ങളോളം അവർക്ക് വേറെ കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടി വന്നിട്ടും അവർ ആദ്യത്തെ പ്രണയം അല്ലെങ്കിൽ അവർ ഇമോഷണലി കണക്റ്റായി പ്രണയിച്ച സ്ത്രീയെ ഓർക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. അതൊക്കെ ചുമ്മാ പറയുന്ന കേട്ടോ. നിങ്ങൾ പറയുന്ന ഫ്ലേർട്ടിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ലൈംഗിക ബന്ധത്തെ പറ്റിയാണ്. അല്ല, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും എല്ലാവരും അങ്ങനെയൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും എല്ലാവർക്കും ആകാനും പറ്റില്ല. അതൊക്കെ ചുമ്മാ ഒരു പുറമെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. അതായത് ഇത് ചുമ്മാ അങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ ലൈംഗികത തോന്നുമോ? ഒരിക്കലുമില്ല. പിന്നെ അതല്ല, അതായത് ഒരു നമ്മളിപ്പോൾ പൊതുവെ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന പുരുഷൻ അവന് വളരെ വ്യക്തമായിട്ടും എളുപ്പത്തിലും പ്രേമം അഭിനയിക്കാൻ കഴിയും. സ്ത്രീക്കും കഴിയും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, സ്ത്രീക്കും കഴിയും. അപ്പം ഇതിൽ കൂടുതൽ വൾണറബിൾ സ്ത്രീയാണോ പുരുഷന്? ഞാനിപ്പോൾ സ്ഥാപിക്കാനൊന്നുമല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. ഇതിൽ ഈ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഈ ലൈംഗിക ചൂഷണം, ഇതിന് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടി സാമ്പത്തികമായി ഭയങ്കരമായ ബുദ്ധിമുട്ട് ഉള്ളൊരു വീട്ടിലാണെന്ന് വിചാരിക്കുക. അവർ നാച്ചുറലി ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ ഒരു ശക്തനായ പുരുഷനോടൊരു താല്പര്യവും ഇഷ്ടവും ഒക്കെ തോന്നുന്നത് വളരെ നാച്ചുറലാണ്. അത് വളരെ ഈസി ആയിട്ട് ആ പുരുഷന് അവളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനായിട്ട് സഹായിക്കും. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെ ചെയ്യും, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ഈ ലോകത്ത് നടക്കുന്നതാണല്ലോ. അപ്പം അത് ചൂഷണമല്ലേ? ചൂഷണമാണ്. അത് പിന്നെ സെക്ഷലി മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലും എന്തൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. അത് മെൻ്റലിയും അത് ബാധിക്കുന്നുണ്ടല്ലോ. ഫിസിക്കലി മാത്രമല്ല, ഒരു സെക്ഷുവാലിറ്റിയിലൂടെയുള്ള ഒരു ചൂഷണം എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കലി അല്ല ഒരു സ്ത്രീയെ അഫക്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇമോഷണലി മെൻ്റലിയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനെ ശരിക്കും എന്താണ് വിളിക്കേണ്ടത്?
ഒരു സെക്ഷൽ അസോൾട്ട് എന്നതിനേക്കാൾ ഉപരി അതിനെ ട്രോമയായിട്ട് അത് ഒരു ചതിയാണ്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അത് ഈ സെക്ഷുവാലിറ്റി അല്ലെ സെക്സ് എന്ന് പറയുന്ന ഒരു ഇതിൽ മാത്രമല്ല ചതിയുള്ളത്, മൊത്തത്തിൽ ചതിയാണ് അല്ലേ? മൊത്തം ചതിയാണ്. അപ്പം നമ്മൾ അതിനെല്ലാം തിരിച്ചറിഞ്ഞത് നമ്മൾ ഭയങ്കര അലേർട്ടായിട്ട് വേണം ഈ ലോകത്തിൽ നമ്മൾ ആൾക്കാരോട് ഇടപെടാനും. എവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ എത്തിയത് അല്ലേ? അല്ല, ഇങ്ങനെയുള്ള ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള പുരുഷന്മാരെ തിരിച്ചറിയാൻ സ്ത്രീകൾക്ക് ഒരു ഇൻട്യൂഷൻ ഉണ്ടെന്നൊക്കെ. എന്തിനാ ഇൻട്യൂഷൻ? 10 മിനിറ്റ് മിണ്ടുമ്പോഴേ അറിയാലോ. അതിന് ഇൻട്യൂഷൻ പറയുന്നത് അതിന് ഇൻട്യൂഷൻ എന്നല്ല, നമ്മൾ നേരിട്ട് കാണുന്ന ഇൻട്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു വ്യക്തിയെ പറ്റി തോന്നുന്ന ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയും. ഞാനിപ്പോൾ സിജിന്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് സിജിനെ പറ്റി ഇൻഡ്യൂഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഐ ക്യാൻ ഒബ്സർവ് യു ഫ്രം യുവർ ഐസ്, ആ ഐ കോണ്ടാക്ട് ചെയ്യുന്ന, ഫ്രം യുവർ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ വിരലുകളുടെ മൂവ്മെന്റ്സിൽ നിന്നും ഐ ക്യാൻ മേക്ക് ഔട്ട് വാട്ട് യു ആർ എന്നുള്ളത്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അല്ലെ നമ്മൾ ചുമ്മാ വേറെ വല്ലയിടത്തും നോക്കിയിട്ട് സിജിൻ അവിടെ നിൽക്കുന്നു പറഞ്ഞ് വേഗമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇൻട്യൂഷൻ വരുന്ന എപ്പോഴാണ്? ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് മാറി എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെപ്പറ്റി ചിന്തിക്കുവാണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്, അവിടെയാണ് ഇൻട്യൂഷൻ. എല്ലാ സ്ത്രീകൾക്കും അല്ല, ചിലർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ആരിലും പെട്ടെന്ന് വീഴാത്ത സ്ത്രീകളുണ്ടല്ലോ, വളരെ കെയർഫുള്ളി എന്ന് വെച്ചാൽ എല്ലാ പൊട്ടിമാരായിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട്. പൊട്ടത്തികളെന്ന് പറയും. ആര് ചിരിച്ചു കാണിച്ചാലും വിശ്വസിക്കും. ആര് എന്തേലും നല്ല സുന്ദരിയാട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോഴേ വിശ്വസിക്കും. അതെന്താണ് അവരുദ്ദേശിച്ചത്, എന്താണ് അവരെ പറ്റി പഠിക്കാതെ, അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, ആ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയാതെ അങ്ങ് വിശ്വസിക്കുവാണ് കണ്ണും അടച്ച്. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ നമ്മൾ ബി കെയർഫുൾ എന്ന് പറയുന്നത്. എല്ലാവരും വിശ്വസിക്കണ്ട കണ്ണും അടച്ച്. എല്ലാവരും പറയുന്ന നല്ല വാക്കുകളെയും വിശ്വസിക്കരുത്. അവിടെയാണ് ഇൻഡ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പിന്നീട് വീട്ടിൽ ചെന്നിരുന്നിട്ട് ആ വ്യക്തിയെ പറ്റി ആലോചിക്കുമ്പോൾ കിട്ടണം നമുക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇതിലോട്ട് തിരിച്ചു വന്നാൽ ഈ പറയുന്ന എല്ലാം പീഡനങ്ങളല്ല, പീഡനങ്ങൾ ഇല്ലാതില്ല, അതല്ലേ പറയുന്നത്. പീഡനങ്ങളുണ്ട്, പക്ഷെ എല്ലാ പീഡനങ്ങളും പീഡനങ്ങളല്ല. അല്ലല്ലോ, എല്ലാ പീഡനങ്ങളും പീഡനങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിലിനകത്ത് ഫുള്ള് പീഡകരെ കൊണ്ട് നിറഞ്ഞ് ജയിൽ വേറെ ഉണ്ടാക്കേണ്ടി വരും. ശരിയാണോ? അല്ലയോ? ലോകം മൊത്തം ജയിലുകളും കൊണ്ട് ചെയ്യാത്തവരെ മാത്രം ജയിലിലിട്ടാൽ മതി, അതാണ്. എല്ലാ പീഡനങ്ങളൊന്നും പീഡനങ്ങളല്ല. അതെല്ലാം അറിഞ്ഞോ അറിയാതെയൊക്കെ നടക്കുന്ന, അറിയാതെയൊന്നും അല്ല ഞാൻ അതിനെ പറയുന്നത്, ഒരു മൗനസമ്മതത്തോട് കൂടിയിട്ടുള്ള. അതിനുശേഷം അത് തിരിച്ചറിയും. അപ്പോഴാണ് ഈ പീഡനമായിട്ട് മാറുന്നത്. പിന്നീട് അവർക്ക് തോന്നുകയാണ് അതെ അതെ. അപ്പം അവരത് ചതി തിരിച്ചറിയുവാണ്. അതുവരെ അവരെ ചതി മനസ്സിലാക്കുന്നില്ല. ചതി അവരെന്ന് തിരിച്ചറിയുന്നോ അപ്പൊ അവർക്കത് പീഡനമായിട്ട് ഫീൽ ചെയ്യുക. അതുവരെ അവര് അതിനെ ഒരു പരിധി വരെ എൻജോയ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അവര് വിശ്വസിക്കുവാണ് ഈ മനുഷ്യൻ എന്നോട് സ്നേഹമാണ്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ആ സ്ത്രീ ആ ഒരു ആക്ടിനെ എൻജോയ് ചെയ്തു ഞാൻ ഒരിക്കലും പറയില്ല. സ്ത്രീകൾ ഒരിക്കലും അങ്ങനെയാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീകൾ ഭയങ്കര കഴിവുള്ളവരാണ്, ഭയങ്കര ഇമോഷണലി ഭയങ്കര സ്ട്രോങ്ങർ ദാൻ മെൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൾട്ടി ടാസ്കിംഗ് ആണ്. സ്ത്രീകൾ ഒരിക്കലും ആ ഒരു അപ്പോഴത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ആ ഒരു കാര്യം എൻജോയ് ചെയ്യുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ ആ പുരുഷനോട് അട്രാക്റ്റഡ് ആയി മെന്റലി അവരുമായിട്ട് അടുത്തിട്ട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് അവരത് എന്ന് തിരിച്ചറിയുന്നു അത് ചതിയായിരുന്നു എന്ന്, അവരത് ബേസ്റ്റ് ഔട്ട് ആവുകയാണ്. പിന്നെ അവിടെയാണ് പിന്നെ അവരെങ്ങനെ ആ പുരുഷനെ കൊടുക്കാം എന്ന് ചിന്തിക്കും പല സ്ത്രീകളും. അത് സ്ത്രീകളിൽ അങ്ങനെയാണ്. സ്ത്രീകൾ പെട്ടെന്ന് അവരെ ചതിച്ചു ചീറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ അവർ പെട്ടെന്ന്, ചിലർ ഭയങ്കര പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പറയുന്ന പീഡന കഥകളും ഒക്കെ. കാരണം അവനെ തട്ടിക്കളയാൻ വരും തോന്നും, മനസ്സിലായി? കാരണം അതുപോലെ ആയിരിക്കും അവനെ ഈ ചൂഷണം എന്ന് പറയുന്നത് ചൂഷണമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്ത്രീ പോകുന്നിടത്ത് പരാതി ഉണ്ടാവില്ല. മനസ്സിലായോ? അവരറിയുവാണ് ഇത് ഇയാൾ എന്നെ ചൂഷണം ചെയ്യുവാണ്, കുഴപ്പമില്ല, എനിക്ക് ബെനിഫിറ്റ് ഉണ്ടല്ലോ, മിണ്ടാതിരുന്നേക്കാം. അങ്ങനെയുള്ളിടത്ത് ഒരു പരാതി ഉണ്ടാവില്ല. ആ ഒരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടു കൂട്ടരും ആ ബെനിഫിറ്റ് ആസ്വദിച്ചിട്ട് അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയിട്ടുണ്ടാവും.
ഈ ചൂഷണങ്ങൾ ശരിക്കും ചൂഷണങ്ങളായി മാറുന്നത് ഈ ഒരു സ്ത്രീ അതിനെ വിശ്വസിക്കുമ്പോഴും അതുപോലെ തന്നെ തിരിച്ചു ആകാട്ടോ. ഞാൻ സ്ത്രീ മാത്രമാണ് സുരക്ഷിതത ഇടയാന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പുരുഷനെയും പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾ. നമ്മൾ കേട്ടിട്ടില്ലേ ഹണി ട്രാപ്പും കാര്യങ്ങളൊക്കെ, എത്രയോ പുരുഷന്മാർ പെട്ടിട്ടുണ്ട്. പുറത്ത് പറയാൻ പറ്റത്തില്ല, നാണക്കേടായിട്ട്. മനസ്സിലായോ? സ്ത്രീകൾക്ക് അത് പറയാൻ പറ്റും. കാരണം സ്ത്രീ കുറച്ച് അബലകളാണ് എന്നുള്ളൊരു, പിന്നെ നിയമം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പം ഒരുപാട് പേര് കൊടി ഉയർത്തി വരും. പക്ഷെ പുരുഷന്മാർക്കും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ത്രീയെ മാത്രം ഒരിക്കലും പറയുന്നില്ല. എത്രയോ പുരുഷന്മാർ പാവങ്ങൾ പുറത്ത് പറയാൻ പറ്റാതെ ഓരോ കുടുക്കിൽ വെട്ടിട്ട് കുടുംബത്തിൽ അതാണ്, ഭാര്യയോടും പറയാൻ പറ്റത്തില്ല, മക്കളോടും പറയാൻ പറ്റത്തില്ല. അവള് തേച്ചിട്ടും പോയി, കയ്യിലിരുന്ന സ്വത്തും അടിച്ചോണ്ട് പോയി, അവസാനം ഒന്നുമില്ലാണ്ട് മേളിലോട്ട് നോക്കിയിരിക്കുന്ന എത്രയോ പുരുഷന്മാർ പറ്റാതെ. സ്ത്രീകൾക്ക് പിന്നെയും പറയാം. സ്ത്രീകൾക്ക് എവിടെയെങ്കിലും ഒക്കെ പറയും. ഒരു പുരുഷന് പോയി പറയാൻ നാണക്കേടാ. വിഡ്ഢിയാണ്, അവന് ഭൂലോക വിഡ്ഢിയായിരിക്കും. അവന് പുരുഷന്മാരും സ്ത്രീകളും വിഡ്ഢിയായിട്ടാണ്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്, പിന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ചൂഷണം ചെയ്യുന്ന കൂടുതലാണ്. ബിക്കോസ് പുരുഷന്മാരുടെ ബ്രെയിനിൽ ഈ ഒരു സാധനം ദൈവം ഫിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ട്. ഈ കാണുമ്പോഴേ ഈ ഒരു അട്രാക്ഷൻ എന്നുള്ളൊരു സാധനം സെക്ഷലി അവർക്ക് തോന്നുന്നത് കൊണ്ട് പുരുഷന്മാരുടെ സൈഡിൽ നിന്ന് വരുന്ന ഇനിഷ്യേറ്റും അവരത് യൂസ് ചെയ്യുന്ന രീതികളും എല്ലാം ക്വിക്കായിരിക്കും. കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവും. സ്ത്രീകൾക്കത് കുറവാണ്. അതെന്തുകൊണ്ടാണ്? ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സ്ത്രീകൾക്ക് അതെ, ടെസ്റ്റോസ്റ്റിറോൺ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അപ്പോൾ സ്ത്രീകൾക്ക് അതല്ല. സ്ത്രീകൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഇല്ല, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ അതിൽ വേരിയേഷൻസ് ആണത്, മൂഡ് സ്വിങ്സ്, വേരിയേഷൻസ്, അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും മേക്കിംഗ് ആണത്. പ്രൊഡക്ഷൻ പ്രോബ്ലം, ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. എനിക്ക് തോന്നുന്ന ഒരു സ്ത്രീ പീഡനത്തെ പറ്റി ഇത്രയും ചർച്ച നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അല്ല, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണല്ലോ. അത് മാത്രമല്ല, ഇതിലെ സത്യങ്ങൾ ചുരുങ്ങിയ വശം പീഡിപ്പിക്കപ്പെടുന്നവരെങ്കിലും അറിയേണ്ടതാണ്. അല്ല, ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഭയങ്കര കംപ്ലീറ്റ്ലി എല്ലാ പുരുഷന്മാരും പീഡിപ്പിക്കുന്നവരാണ്, എല്ലാ സ്ത്രീകളും പീഡനത്തിനിരയായവരാണ്, എല്ലാവരെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അതെല്ലാം സ്ത്രീകളുടെ കയ്യിലും തെറ്റുണ്ട്. പിന്നെ നിവൃത്തികേടും കൊണ്ട് പാവങ്ങളെയൊക്കെ ഒരുപാട് ഈ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ ഇൻ ദ സെൻസ് 17, 18, 19 അങ്ങനെയുള്ളവരെയൊക്കെ ചൂഷണം ചെയ്യാനൊക്കെ പോകുന്ന പുരുഷന്മാരെ ആക്ച്വലി ശരിയാക്കണം. കാരണം എന്നാ വെച്ചാൽ അവർക്ക് ആ ഒരു ബുദ്ധി എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു നിവൃത്തികേടും കൊണ്ട് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. തീർച്ചയായിട്ടും അവിടെയൊക്കെയാണ് ഞാൻ എപ്പോഴും ഈ പെൺകുട്ടികളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ. ബാക്കിയുള്ള കേസിലൊക്കെ ഞാൻ ചിരിക്കത്തേ ഉള്ളൂ. പീഡിപ്പിച്ചോ, ഓക്കെ, കാരണം അത് നമ്മൾ നിന്നു കൊടുത്തിട്ടാ. ശരിയാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് 100% യോജിപ്പുണ്ട്.